ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നലെ നമ്മൾ പ്രീ ഇൻക്രിമെൻറ്റ് പോസ്റ്റ് ഇൻക്രിമെൻറ്റ് എന്താണെന്ന് പഠിച്ചിരുന്നു. ഇന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ പ്രീ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന ശ്രദ്ധിക്കുക. i = 10 ഒരു വേരിയബിളിൻ്റെ വാല്യൂ 10 ആണെന്ന് സെറ്റ് ചെയ്തു. ദെൻ int r ++ i. പ്രീ ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? ഓപ്പറേറ്റർ വേരിയബിളിന് ബിഫോർ വരും അല്ലേ, ++ i എന്ന് വരും. അതാണ് പ്രീ ഇൻക്രിമെൻറ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കാം. r = ++ i എന്ന് പറഞ്ഞാൽ ആദ്യം ഐയുടെ വാല്യൂ 1 ഇൻക്രിമെൻ്റ് ചെയ്യും. ഐയുടെ വാല്യൂ ആദ്യം 1 ഇൻക്രിമെൻ്റ് ചെയ്യും. അതിനുശേഷം അത് r എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ആ ഇൻക്രിമെൻ്റ് ചെയ്ത വാല്യൂവിനെ അസൈൻ ചെയ്ത് കൊടുക്കും. ക്ലിയർ ആണല്ലോ? ആദ്യം ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യും. അതിന് ശേഷമാണ് r എന്ന് പറയുന്ന വേരിയബിളിലേക്ക് വാല്യൂവിനെ അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. പ്രീ ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് i ഈസ് ഇൻക്രിമെൻറ്റഡ് ബിഫോർ അസൈനിങ് ഇറ്റ്. പോസ്റ്റ് ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് i ഈസ് ഇൻക്രിമെൻറ്റഡ് ആഫ്റ്റർ അസൈനിങ് ഇറ്റ്. അതിൻ്റെ ഡിഫറൻസ് അടുത്ത പ്രോഗ്രാം വെച്ച് മനസ്സിലാക്കി തരാം. ഇവിടെ നമ്മൾ int i = 10 എന്ന് ഡിക്ലെയർ ചെയ്തു. ദെൻ int r = i++. ഈ കേസിൽ rൻ്റെ വാല്യൂ 10 ആയിട്ട് തന്നെ റിമൈൻ ചെയ്യും, ഇൻക്രിമെൻ്റ് ആവത്തില്ല. എന്താ കാര്യം? 10 ആവുന്നില്ല, കാരണം അസൈൻമെൻറ്റ് നടന്നതിന് ശേഷമാണ് ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആകുക. അതായത് ആദ്യം ഐയുടെ വാല്യൂ ആറിലേക്ക് അസൈൻ ചെയ്തു, അതിന് ശേഷം മാത്രമാണ് ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയത്. അതായത് ആദ്യത്തെ ടൈമിൽ i 10 ആയിരുന്നു. ആ 10 എന്ന് പറയുന്ന ആദ്യം r എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു, അതിന് ശേഷമാണ് i 1 ഇൻക്രിമെൻ്റ് ആകുന്നത്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റൺ ചെയ്ത് കഴിഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഐയുടെ വാല്യൂ 11 എന്ന് കാണിക്കും, പക്ഷേ ആറിൻ്റെ വാല്യൂ 10 എന്ന് തന്നെ കാണിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പോസ്റ്റ് ഇൻക്രിമെൻറ്റും പ്രീ ഇൻക്രിമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയല്ലോ? സെയിം കൺസെപ്റ്റാണ് പ്രീ ഡിക്രിമെൻറ്റും പോസ്റ്റ് ഡിക്രിമെൻറ്റും. പ്രീ ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം വാല്യൂ 1 ഡിക്രീസ് ആവും, അതിനുശേഷം അസൈൻ ചെയ്യും. പോസ്റ്റ് ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം അസൈൻ ചെയ്യും, അതിനുശേഷം വാല്യൂ 1 ഡിക്രീസ് ആവും. ഓക്കെ, അതും കൂടെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇതിൽ ആദ്യം ഐയുടെ വാല്യൂ 10 ആയിരുന്നു. അതിനുശേഷം നമ്മൾ r = -i എന്ന് കൊടുത്തു, അതായത് പ്രീ ഡിക്രിമെൻറ്റ്. അപ്പോൾ എക്സിക്യൂഷന് ശേഷം ആറിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 9 ആയിരിക്കും. ഐയുടെ വാല്യൂ 9 ആയിരിക്കും. ബട്ട് അടുത്ത എക്സാമ്പിളിനകത്ത് നമ്മൾ പോസ്റ്റ് ഡിക്രിമെൻ്റാണ് യൂസ് ചെയ്തത്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഐയുടെ വാല്യൂ, അതായത് 10 എന്ന് പറയുന്ന ആദ്യം ആറിലേക്ക് അസൈൻ ചെയ്യും, അതിനുശേഷം ഐയുടെ വാല്യൂ ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ ഔട്ട്പുട്ടിനകത്ത് ആറിൻ്റെ വാല്യൂ 10 എന്ന് തന്നെ കാണിക്കും, ഐയുടെ വാല്യൂ 9 എന്നും കാണിക്കും. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ടേബിളിലെ നെക്സ്റ്റ് അവറിൽ ലൈവ് ക്ലാസ് ആയിരിക്കും, അന്ന് ഡൗട്ട് ചോദിക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്ററാണ്. കണ്ടീഷണൽ ഓപ്പറേറ്റർ അതൊരു സ്പെഷ്യൽ ഓപ്പറേറ്ററാണ്. ആ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന സിൻറ്റാക്സ് എന്ന് പറയുന്നത് ഒരു പാരന്തസിസിനുള്ളിൽ കണ്ടീഷൻ, ദെൻ ക്വസ്റ്റ്യൻ മാർക്ക്, ദെൻ ട്രൂ വാല്യൂ, ഫുൾ കോളൻ, ഫോൾസ് വാല്യൂ. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല. നമ്മളൊരു പ്രോഗ്രാം, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ, എക്സാമ്പിളിൽ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ 1 എന്ന് അസൈൻ ചെയ്തു. ഇനി വൈക്ക് നമ്മൾ വാല്യൂ അസൈൻ ചെയ്യുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്താണ്. അതിനകത്ത് ആദ്യത്തെ കണ്ടീഷൻ നോക്കി പാരന്തസിസ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് x = 1 ആണോ, അതാണ് കണ്ടീഷൻ. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേഷണൽ ഓപ്പറേറ്ററിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ഈക്വൽ ടു. അപ്പോൾ x = 1 ആണോ? ആണെങ്കിൽ വൈക്കകത്ത് 2 എന്ന് പറയുന്ന വാല്യൂവിനെ അസൈൻ ചെയ്ത് കൊടുക്കും. x = 1 അല്ല, ഫോൾസ് ആണെങ്കിൽ നമ്മൾ 0 എന്ന് പറയുന്ന വാല്യൂവിനെ അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അതാണ് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിരിക്കുന്നത്. x = 1. ആ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ ആദ്യത്തെ വാല്യൂ, ട്രൂ വാല്യൂ എന്ന് പറയുന്ന പൊസിഷനിലുള്ള വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഫുൾ കോളന് ശേഷമുള്ള ഫോൾസ് വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു.
ഇതാണ് കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ യൂസ്. ഓക്കെ, സിൻടാക്സ് ഒന്നുകൂടെ പറയാം. പാരന്തസിസിൽ കണ്ടീഷൻ, ക്വസ്റ്റ്യൻ മാർക്ക്, ട്രൂ വാല്യൂ, ഫുൾ കോളൻ, ഫോൾസ് വാല്യൂ, പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു. അടുത്തതായിട്ട് കുറച്ച് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ആംപർസൻഡ് സിമ്പിൾ, അതാണ് ആൻഡ് എന്ന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സിമ്പിളിന് സി പ്രോഗ്രാമിങ്ങിൽ പറയുന്ന ആംപർസൻഡ് സിമ്പിൾ എന്നാണ്. ഓക്കെ, ആംപർസൻഡ് സിമ്പിൾ യൂസ് ചെയ്യുന്നത് ഒരു വേരിയബിൾ, ആ വേരിയബിളിൻ്റെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആംപർസൻഡ് സിമ്പിൾ യൂസ് ചെയ്യുക. അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷനിൽ ഏത് ബിറ്റ് പൊസിഷനിലാണ് നമ്മുടെ വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ആംപർസൻഡ് സിമ്പിൾ. ദെൻ അടുത്തത് സ്റ്റാർ ആണ്. സ്റ്റാർ, കീബോർഡിൽ സ്റ്റാർ എന്ന് പറയുന്ന സിമ്പിൾ, അത് സി പ്രോഗ്രാമിങ്ങിൽ പോയിൻ്ററിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ്. പോയിൻ്റർ എന്താണെന്നുള്ളത് ഒരു വലിയ ചാപ്റ്ററാണ്, അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ മനസ്സിലാക്കുക, ഒരു വേരിയബിളിലേക്ക് ഉള്ള പോയിൻ്ററിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് സ്റ്റാർ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഡോട്ടും ആരോയും. ഡോട്ടും ആരോയും മെമ്പർ, ചില ഡിറൈവ്ഡ് ഡാറ്റ സ്ട്രക്ചർ നമ്മൾ പിന്നീട് പഠിക്കും, സ്ട്രക്ചറൊക്കെ. അങ്ങനെയുള്ളതിലെ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡോട്ടും ആരോയും ഒക്കെ യൂസ് ചെയ്യുന്നത്. അതും നമുക്ക് ഫ്യൂച്ചറിൽ പഠിക്കാം. അടുത്തത് കോമ. കോമ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് മൾട്ടിപ്പിൾ വേരിയബിൾസ്, ഇൻറ്റ് എക്സ് കോമ വൈ കോമ ഇസഡ്, നമുക്കങ്ങനെ വേരിയബിൾസ്, മൾട്ടിപ്പിൾ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുമ്പം കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യാം. വേറെ പല സിറ്റുവേഷനിലും അങ്ങനെ സെപ്പറേഷന് വേണ്ടിയിട്ടാണ് കോമ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ സൈസ് ഓഫ് ഓപ്പറേറ്റർ. സൈസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനുള്ളിൽ ഒരു വേരിയബിളിൻ്റെ പേര് കൊടുത്തു, അല്ലെ ഡാറ്റ ടൈപ്പിൻ്റെ പേര് കൊടുത്താൽ അത് എത്രത്തോളം മെമ്മറിയിൽ അതിന് എത്രത്തോളം സൈസ് ഉണ്ട് എന്ന് ഉള്ള റിസൾട്ടായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുക. അപ്പോൾ സൈസ് ഓഫ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഓപ്പറേറ്ററാണ്, അതൊരു ഫംഗ്ഷൻ കൂടിയാണ്. ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് നമ്മൾ ബ്രാക്കറ്റിൽ പാരന്തസിസിൽ കൊടുത്തിരിക്കുന്ന വേരിയബിൾ അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പ് എൻ്റെ സൈസ് എത്രയാണെന്നായിരിക്കും. ഇവിടെ എക്സാമ്പിൾ നോക്കിയേ, സൈസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഡാറ്റ ടൈപ്പാണ് കൊടുത്തത്, വേരിയബിളിൻ്റെ പേരല്ല. ഡാറ്റ ടൈപ്പ് ക്യാർ എന്ന് കൊടുത്തു. അപ്പോൾ ക്യാറിൻ്റെ സൈസ് എത്രയാണ് നമ്മൾ പഠിച്ചതാണ് 1. ഓക്കെ, അങ്ങനെ 1 എന്നുള്ള റിസൾട്ട് നമുക്ക് റിട്ടേൺ ആവും. ഇത്രയുമാണ് സിക്കകത്തെ മെയിനായിട്ടുള്ള ഓപ്പറേറ്റേഴ്സ്. ഇതിൽ ചിലതൊക്കെ നമ്മൾ പിന്നീട് വേറെ ചില കൺസെപ്റ്റുകൾ പഠിച്ചു കഴിയുമ്പോഴേ അത് യൂസ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇതൊക്കെയാണ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ളത് നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ, ഇന്നത്തെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് പ്രീ ഇൻക്രിമെൻറ്റും പോസ്റ്റ് ഇൻക്രിമെൻറ്റും അതുപോലെ പ്രീ ഡിക്രിമെൻറ്റും പോസ്റ്റ് ഡിക്രിമെൻറ്റും വെച്ചിട്ട് ഞാൻ തന്ന പ്രോഗ്രാം ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യുക. പ്രിൻ്റ് ചെയ്യാനുള്ള കോഡ് ഞാൻ ആ പ്രോഗ്രാമിൽ തന്നില്ല. നിങ്ങൾ എഴുതുമ്പം പ്രിൻ്റ് എഫ് ഐയും ആറും, ഐ എന്ന് പറയുന്ന വേരിയബിളും ആർ എന്ന് പറയുന്ന വേരിയബിളും പ്രിൻ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.